ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി ഇൻ ഇന്ത്യ. നമുക്ക് ആദ്യം ഈ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി ഇൻ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യാസ് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഇന്റൻസിഫിക്കേഷൻ, അതായത് കൂടുതൽ സസ്റ്റൈനബിലിറ്റി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസോഴ്സ്, അതായത് ഫ്യൂച്ചർ ജനറേഷനും കൂടി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇപ്പോഴുള്ള ജനറേഷൻ പ്രകൃതി വിഭവങ്ങളെ വിനിയോഗം ചെയ്യുന്നത്, കൃഷി രീതികളൊക്കെ അവലംബിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ, അതായത് കൂടുതൽ ടെക്നോളജി അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമുണ്ട്. ആൻഡ് ഫാമർ എംപവർമെന്റ്, അതായത് ഫാമേഴ്സിനെ കൂടുതൽ ശാക്തീകരിക്കുക, അവർക്ക് കൂടുതൽ വേജസ് കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മേഖല ശക്തിപ്പെടുത്തുക, അവരുടെ ദാരിദ്ര്യം, കർഷക ആത്മഹത്യയൊക്കെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അത് മാത്രമല്ല എൻഷുർ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരും. ആൻഡ് അഡ്രസ് ക്ലൈമറ്റ് ചലഞ്ചസ്, അതായത് പ്രകൃതിയിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അപ്പം ഇതിനെല്ലാം ഈ ഒരു ലക്ഷ്യമെല്ലാമാണ് ഈ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി ഇൻ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ദിസ് സ്ട്രാറ്റജി ബിൽഡ്സ് ഓൺ ദ ഗ്രീൻ റെവല്യൂഷൻ, അതായത് ഗ്രീൻ റെവല്യൂഷൻ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്, ബട്ട് എംഫസൈസസ് എക്കോ ഫ്രണ്ട്ലി, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള കാർഷിക രീതി അവലംബിക്കുക എന്നുള്ളത്. ടെക്നോളജി ഡ്രിവൺ ആണ്. ഓക്കെ, അതായത് സെയിം ടൈം എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുകയും വേണം, ടെക്നോളജി, അതായത് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി രീതികൾ അവലംബിക്കുകയും ചെയ്യും വേണം. ഓക്കെ, ആൻഡ് മാർക്കറ്റ് ഓറിയന്റഡ് ഫാമിംഗ്, കൂടുതൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ കൂടുതൽ വിപണിയിൽ വിറ്റ് പോകുന്ന ആ ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് കീ കമ്പോണൻസ് ഓഫ് ഇന്ത്യാസ് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി നോക്കാം. അതായത് ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അതിൽ ഒന്നാമത് സസ്റ്റൈനബിൾ ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളതും ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള, അതായത് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ അതിന് അനുയോജ്യമായിട്ട് കൃഷി കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഫാമിംഗ്. അതിൽ വരുന്ന ഇതൊക്കെയാണ്: പ്രൊമോഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ഫാമിംഗ്, നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിംഗ്, അതിന് ഉദാഹരണം സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ്, ZBNF എന്ന് പറയും, അതാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഡ്രൗട്ട് റെസിസ്റ്റന്റ് ആൻഡ് ഫ്ലഡ് ടോളറന്റ് ക്രോപ്സ്, അത് വരൾച്ചയെ ചെറുക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വരൾച്ചയിൽ അതിജീവിക്കുന്ന, അത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിലുള്ള ക്രോപ്സ് ഡെവലപ്പ് ചെയ്യുക. അടുത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് കാർബൺ ഫാമിംഗ്. ഈ കാർബൺ ഫാമിംഗ് എന്ന് വെച്ചാൽ അതൊരു കൃഷി രീതിയാണ്. അത് ഇങ്ങനെ ഈ ഒരു കൃഷി രീതി അവലംബിക്കുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. ഇത് അബ്സോർബ് ചെയ്യുന്നത് സോയിലും അതായത് സസ്യങ്ങളും മണ്ണുമാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഒരു ഗ്യാസ് ആണ്. ഇത് അബ്സോർബ് ചെയ്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ കാർബൺ ഫാമിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുക. ആൻഡ് അഗ്രോ ഫോറസ്ട്രി എന്ന് വെച്ചാൽ ഇതൊരു കാർഷിക രീതിയാണ്. ഇതിൽ ട്രീസ്, അതായത് ഇതിന്റെ കൃഷിയുടെ ഭാഗമായിട്ട് ട്രീസ്, ക്രോപ്സ്, പിന്നെ ലൈഫ് സ്റ്റോക്ക്, അതായത് ജീവജാലങ്ങൾ, ഇതെല്ലാം ഒരു പീസ് ഓഫ് ലാൻഡിൽ തന്നെ അതൊരു കാട് പോലെ, അത് കാടുമാണ് എന്ന ഒരു കൃഷി രീതിയുമാണ്. അവിടെ നിന്ന് ക്രോപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയാണ് ഈ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ടുവരുന്നത് ടു റെഡ്യൂസ് എമിഷൻ ആണ്, എമിഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഗ്രീൻ ഹൗസ് എഫക്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അടുത്തെന്ന് പറയുന്നത് ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ ആണ്. അത് വിദേശ രാജ്യങ്ങളിലെ പോലെ സാങ്കേതിക വിദ്യ കൊണ്ട് കൃഷി ചെയ്യുന്ന രീതി, അതായത് പ്രിസിഷൻ ഫാമിംഗ് യൂസിങ് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രിസിഷൻ, അതായത് സൂക്ഷ്മമായിട്ടുള്ള ഫാമിംഗ് ചെയ്യുക എന്നുള്ളത് ഇതിൽ വരുന്നതാണ്. അടുത്ത IoT സെൻസേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. IoT സെൻസർ വെച്ചാൽ ഒരു ഡിവൈസ് ആണ്, അത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പം ഇത് ഫാർമേഴ്സിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, അതായത് അവരുടെ കൃഷി രീതികൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ അത് എന്തെങ്കിലും മണ്ണിൽ എന്തെങ്കിലും pH വാല്യൂ കുറയുകയോ കൂടുകയോ, ഒരു ഉദാഹരണം പറയണം. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു ഇന്റർനെറ്റിലൂടെ അവർക്ക് അത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് അവരിൽ എത്തിക്കും. അപ്പോൾ പെട്ടെന്ന് ആ പോരായ്മ പരിഹരിക്കാൻ പറ്റും. പിന്നെ അതിന് ഡ്രോൺസ് നമുക്കറിയാം, അത് ഒരു ടോപ്പ് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഫോർ ബെറ്റർ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് ഇതൊക്കെയാണ് ഈ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചറിൽ വരുന്നത്. പിന്നെ അടുത്തത് സോയിൽ ഹെൽത്ത് മോണിറ്ററിങ്. സോയിൽ ഹെൽത്ത്, മണ്ണിന്റെ ആ ഒരു ആരോഗ്യം മോണിറ്റർ ചെയ്യുന്നതിന് ഏതിലൂടെ? ത്രൂ GIS മാപ്പിംഗ് എന്ന് പറയും. GIS എന്ന് വെച്ചാൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്.
അതായത് ഇത് എന്ത് വിഷ്വലൈസ് ചെയ്യാം, അത് വിഷ്വൽ ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഇപ്പോൾ ഏതെങ്കിലും അതായത് ഏക്കർ കണക്കിന് ഒരുപാട് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എല്ലായിടത്തും പോയിട്ട് ഫാമേഴ്സിന് അത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു GIS സിസ്റ്റം വെച്ചിട്ട് ആ ഒരു ജോഗ്രഫിക് ആയിട്ടുള്ള അവർ എവിടെയൊക്കെയാണെങ്കിൽ ക്രോപ്പ് ഏതെങ്കിലും ചെടി വാടി നിൽക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയതോ അതൊക്കെ കറക്റ്റായിട്ട് ഇവർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് GIS മാപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് മൊബൈൽ ബേസ്ഡ് സോയിൽ ടെസ്റ്റിംഗ്, അതൊരു സോയിൽ ടെസ്റ്റിംഗ് രീതി, മണ്ണിന്റെ ആ ഒരു ഫലഭൂഷ്ഠത അളക്കുന്നതിനുള്ള ആ ഒരു ടെസ്റ്റിംഗ് രീതി, ഇതൊക്കെ ഈ ടെക്നോളജിയിൽ വരുന്ന മറ്റു കാര്യങ്ങളാണ്. അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് നാം എന്ന് പറയും, അതായത് ഇലക്ട്രോണിക് ആയിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, അതൊരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് ഫാർമേഴ്സിന് ഓൺലൈനായിട്ട് അവരുടെ ക്രോപ്സ് ട്രേഡ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം. പിന്നെ അഗ്രി സ്റ്റാക്ക്, ഇതെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്, ഇതെല്ലാം അവർക്ക് ക്രോപ്സ് സെയിൽ ചെയ്യുന്നതിനുള്ള. അപ്പോൾ ഇതെല്ലാം ടു കണക്ട് ഫാമേഴ്സ് വിത്ത് മാർക്കറ്റ്സ്, ഫാമേഴ്സിനെ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതെല്ലാം ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള രീതികളാണ്. അടുത്തത് വാട്ടർ ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ജലത്തിന്റെയും റിസോഴ്സിന്റെയും മറ്റ് വിഭവങ്ങളുടെയും എഫിഷ്യന്റ് ആയിട്ടുള്ള വിനിയോഗം, വേസ്റ്റായി പോവാതെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പാൻഷൻ ഓഫ് മൈക്രോ ഇറിഗേഷൻ ആണ്. അത് ഗൾഫ് രാജ്യങ്ങളടക്കം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വേരുകൾക്ക് ആവശ്യമായിട്ടുള്ള ജലം മാത്രം എത്തിക്കുക. അതിൽ ഉദാഹരണം ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ജലം വേസ്റ്റായി പോവാതെ കൃഷി ചെയ്യുന്ന രീതികളാണ്. ടു റെഡ്യൂസ് വാട്ടർ യൂസ്, അപ്പോൾ ഇതൊക്കെ വാട്ടർ യൂസ് കുറയ്ക്കുന്ന രീതികളാണ്. അടുത്തത് പ്രൊമോഷൻ ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ഒക്കെ, അതിപ്പം ജലം വേസ്റ്റ് ആയി പോവാതെ നോക്കുന്ന രീതികളാണ് ഇതൊക്കെ. അടുത്ത എഫിഷ്യന്റ് ഫെർട്ടിലൈസർ യൂസ് ആണ്. നല്ല രീതിയിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക, അത് വേസ്റ്റ് ആക്കി കളയാതെ. എങ്ങനെയാണ്? ത്രൂ ദ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം. ഒരു സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഉണ്ട്. ഈ സ്കീമിലൂടെയാണ് ഫെർട്ടിലൈസറിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു വിനിയോഗം സാധ്യമാകുന്നത്. അടുത്തത് മാർക്കറ്റ് റിഫോംസ്, അത് മാർക്കറ്റിന്റെ ഒരു പരിഷ്കരണങ്ങൾ, അഗ്രികൾച്ചർ മാർക്കറ്റിന്റെ പരിഷ്കരണങ്ങൾ, ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കുക ഫാർമേഴ്സിന്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അത് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ഡയറക്റ്റ് ഫാം ടു മാർക്കറ്റ്, മനസ്സിലായില്ലേ? അതായത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് അഗ്രികൾച്ചർ ക്രോപ്സ് മാർക്കറ്റിൽ എത്തിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരിക. മാർക്കറ്റ് ലിങ്കേജസ് വയ നാം, ഞാൻ നേരത്തെ പറഞ്ഞ നാം പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിലൂടെ. അത് PM കിസാൻ സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്, പ്രധാനമന്ത്രി കിസാൻ സ്കീം. ഇത് പ്രൊവൈഡിങ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ടു ഫാമേഴ്സ്, ഫാമേഴ്സിന് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് കൊടുക്കുന്ന പദ്ധതിയാണിത്. അടുത്തത് പ്രൊമോഷൻ ഓഫ് കോൺട്രാക്ട് ഫാമിംഗ് ആൻഡ് FPOs, അതായത് കോൺട്രാക്ട് ഫാമിംഗ്, FPO ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബെറ്റർ ബാർഗെയിനിങ് പവർ ഫാർമേഴ്സിന്. അതായത് കർഷകരുടെ, നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് അറിയാവുന്നതാണ്, കർഷക ആത്മഹത്യകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അവരുടെ അഗ്രികൾച്ചർ ക്രോപ്സ് വാങ്ങാൻ ആളില്ലാതെ നശിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു മാർക്കറ്റ് റിഫോംസും ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ ഈ മേൽപ്പറഞ്ഞ പദ്ധതിയിലൂടെ കൊണ്ടുവരുന്നത്. അടുത്തത് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് വാല്യൂ അഡീഷൻ ആണ്. പല രീതിയിലുള്ള കൃഷി രീതി അവലംബിക്കുകയും ആ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം വെച്ചിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി. അതായത് എൻകറേജിങ് ഹോർട്ടിക്കൾച്ചർ, അതായത് തോട്ടകൃഷി, ഫ്ലോറിക്കൾച്ചർ, അതായത് പൂവിന്റെ കൃഷി, ആൻഡ് മെഡിസിനൽ പ്ലാന്റ് ഒക്കെ ഫാം ചെയ്യുന്നത്, ഇതൊക്കെ എൻകറേജ് ചെയ്യുക. അടുത്ത എക്സ്പാൻഷൻ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിനെ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. കോൾഡ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ കോൾഡ് സ്റ്റോറേജ് വെച്ചാൽ ഈ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡില്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഇറച്ചി, ഇങ്ങനെയുള്ള പെരിഷബിൾ ആയിട്ടുള്ള ഗുഡൊക്കെ ഒരുപാട് കാലം, അത് ഒരുപാട് കാലം വെച്ചാൽ കുറച്ച് കാലം കൂടെ എക്സ്ട്രാ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഈ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതൊക്കെ വളർത്തിയെടുക്കുക, അതൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. ബൂസ്റ്റിംഗ് എക്സ്പോർട്ട് ഓഫ് ഓർഗാനിക് ആയിട്ടുള്ള പിന്നെ സ്പെഷ്യാലിറ്റി അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഒക്കെ, അതായത് പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ട് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് വാല്യൂ അഡീഷനിൽ വരുന്നത്. അടുത്തത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് സപ്പോർട്ടിങ് ദ ന്യൂ സ്ട്രാറ്റജി. ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുത്തിട്ടുള്ള ആ ഒരു നീക്കങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ചില പദ്ധതികളുണ്ട്. അതിൽ ഒന്നാമത് പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായി യോജന, അതായത് PMKSY എന്ന് പറയും. ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ഇറിഗേഷൻ എഫിഷ്യൻസി, അതായത് ജലസേചനം കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എത്തിക്കുന്നതിനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുണ്ട്, അതായത് RKVY. ഇത് ഫണ്ട് ചെയ്യുന്നത് ഫോർ സ്റ്റേറ്റ് ലെവൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനാണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പദ്ധതി. അടുത്തത് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, പേര് തന്നെയുണ്ട്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിന് NMSA എന്ന് പറയും. പ്രൊമോഷൻ ഓഫ് ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിംഗ് ആണ് ഇതിൽ വരുന്നത്. അടുത്തത് അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം കോടി രൂപ ഫോർ
പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കൃഷി കഴിഞ്ഞതിന് ശേഷം എന്ത് ആ ഭൂമി വീണ്ടും കൃഷി എന്ന രീതിയിൽ ആക്കിയെടുക്കണ്ടേ. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത്. അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും, KCC, അത് പേര് തന്നെ ഉണ്ട്. കർഷകർക്ക് ഈസി ആയിട്ട് ലോൺ എടുക്കുന്നതിനായിട്ട് ഈസി ലോൺ ഫോർ സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ചെറുകിട കർഷകർക്ക്, മാർജിനൽ ആയിട്ടുള്ള ഫാമേഴ്സിനൊക്കെ ഈസി ആയിട്ട് ലോൺ കിട്ടുന്നതിന് വേണ്ടി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ. അടുത്തെന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതികൾ അവലംബിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന, ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഇമ്പാക്റ്റും ഫ്യൂച്ചറിൽ ലക്ഷ്യമിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഹയർ പ്രൊഡക്ടിവിറ്റി ആണ്. ഒരു ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക വിത്ത് ലോവർ ഇൻപുട്ട് കോസ്റ്റ് പരമാവധി കുറച്ചുകൊണ്ട്, ആ ഒരു മെഷീൻസിന്റെ ഒക്കെ കോസ്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ബെറ്റർ ഇൻകം സെക്യൂരിറ്റി ഫോർ ഫാമേഴ്സ്, സുരക്ഷിതമായിട്ടുള്ള, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നതിനുള്ള ആ ഒരു സുരക്ഷിതമായിട്ടുള്ള വരുമാനം അവർക്ക് ഫാമേഴ്സിന് എത്തിക്കുക. റെഡ്യൂസ്ഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇതിലൂടെ ത്രൂ സസ്റ്റൈനബിൾ പ്രാക്ടീസിലൂടെ, നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ പ്രാക്ടീസിലൂടെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഒരുപാട് കുറയ്ക്കുക. അടുത്തത് ഇൻക്രീസ്ഡ് ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ് ഇൻ അഗ്രികൾച്ചർ എക്സ്പോർട്സ്, അത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ട് അതിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ആ ഒരു അന്താരാഷ്ട്ര മത്സരം കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാകാൻ പോണ, ഇന്ത്യൻ അഗ്രികൾച്ചർ ഫീൽഡിൽ ഉണ്ടാകാൻ പോണ ഒരു ഇമ്പാക്റ്റും ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.